തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. ഈ പാവയ്ക്ക ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. വെളുത്ത പാവയ്ക്കയാണ്. ഇതിന് പൊതുവെ കയ്പ്പ് കുറവാണ്. ഞാൻ സമയം നീട്ടണ്ടെന്ന് ഓർത്ത് വേഗം എല്ലാം അരിഞ്ഞ് ക്ലീനാക്കിയതാണ്. പാവയ്ക്ക അരിഞ്ഞു വെച്ചു. ഇതിന് തേങ്ങ വളരെ കുറച്ച് മതി. അധികം തേങ്ങ ചേർത്താൽ പാവയ്ക്കയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അതുപോലെ കുറച്ച് തേങ്ങ, അതായത് ഒരു അരമുറി തേങ്ങ, പച്ചമുളക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച്, കടുക്, ഉപ്പ്, വറ്റൽമുളക്, കരിവേപ്പില, എണ്ണ, തൈര്. ഇതാണ് തൈര്. തൈരിൻ്റെ അളവ് നമുക്ക് പുളിക്ക് ആവശ്യമായ തൈര്, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. തേങ്ങ മാത്രം അരമുറി തേങ്ങ മതി. എന്നാൽ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. വരൂ. നമുക്ക് ആദ്യം പാവയ്ക്ക വറുത്തെടുക്കാം. അതിൻ്റെ ആവശ്യമുള്ള എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഈ പാവയ്ക്ക എണ്ണയിലേക്ക് ഇടുക കേട്ടോ. ഇപ്പം നമ്മുടെ പാവയ്ക്ക കിച്ചടിയുടെ പാവയ്ക്ക കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരി പാത്രത്തിലേക്കിടാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക നമ്മൾ ഈ രീതിയിൽ വറുത്തെടുത്തു. ഇത് ഒടിച്ചാൽ ഒടിയണ പാകം വരണം. ഇത് നമ്മൾ ചൂടാറിയിട്ട് നമ്മളിത് മെല്ലെ ഒന്ന് കൈകൊണ്ട് പൊടിക്കണം. ഇത് ചൂടാറുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. നമ്മൾ അരമുറി തേങ്ങ ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഒരു സ്പൂൺ കടുകിടുക കേട്ടോ. ഒരു സ്പൂൺ കടുകിട്ടു. നമ്മൾ പച്ചമുളകും കടുകും തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടു. അത് നമ്മൾ വെള്ളം ഒഴിക്കണില്ല, നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നൈസായിട്ട് തേങ്ങ അരച്ചെടുത്തു. നമ്മൾ പാവയ്ക്ക വറുത്ത വെളിച്ചെണ്ണ കുറച്ച് ബാക്കിയുണ്ട്, അതിലേക്ക് തന്നെ നമ്മൾ കടുക് വറുക്കുകയാണ്. ചീനച്ചട്ടി കഴുകിയില്ല കേട്ടോ. വറ്റൽമുളക്, ഇപ്പോൾ നമ്മുടെ കടുകും മുളകും പൊട്ടി വന്നു. കരിവേപ്പില ഇടുക. നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഇടുക കേട്ടോ.
നമുക്കിതിന് പുളിക്ക് ആവശ്യമായ തൈര് അടിച്ചെടുക്കണം. നമ്മൾ വറുത്ത് വെച്ച പാവയ്ക്ക കൈകൊണ്ട് മെല്ലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഒരുപാട് പൊടിയണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. നമ്മളിത് പൊടിച്ചെടുത്തു. നമ്മളിപ്പോൾ ഇതിനെ പൊടിച്ചെടുത്തില്ല, അത് ഇതിലേക്ക് ഇടുക. നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പിടുക. ഇപ്പോൾ നമ്മൾ പാവയ്ക്കും അരപ്പും ഇളക്കി യോജിപ്പിച്ചു. ചെറിയ തീയിലാട്ടോ. അപ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ച മോര് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ ഉരുളിക്ക് നല്ല ചൂടുള്ളത് കാരണം ഇപ്പോൾ സ്റ്റൗ ഓഫാക്കുക. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് നമ്മൾ ഉപ്പും എല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു, ഭംഗിയായിട്ട് യോജിപ്പിച്ചു. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് മതിയോ എന്നൊക്കെ ഇപ്പം നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ സാധാരണ ഒരു തവണ ഉപ്പിട്ടാൽ കറക്റ്റ് ആവാറുള്ളത് കാരണം ഞാൻ ഉപ്പ് നോക്കാറില്ല. 100% ഇത് കറക്റ്റായിരിക്കും. ഇതാണ് നമ്മുടെ പാവയ്ക്ക കിച്ചടി. നിങ്ങൾക്ക് ഇത്തിരി കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വേണ്ട, ഇതാണ് കറക്റ്റ്. അങ്ങനെ നമ്മുടെ അടിപൊളി പാവയ്ക്ക കിച്ചടി റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.